ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു സൺഡേ വീഡിയോ ആണേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം പണികളൊക്കെ രാവിലത്തെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞു ഷോപ്പിംഗ്. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് തന്നെയാണ്, നമ്മുടെ അടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും സൺഡേ ഏട്ടന് കിട്ടാറില്ല. അപ്പോൾ ഇന്ന് കിട്ടിയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ എന്തെങ്കിലും വാങ്ങാനുള്ളതൊക്കെ കുറച്ച് ചെറിയ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് എനിക്ക് ചെരുപ്പ് വേണമായിരുന്നു. ഏട്ടനും ചെരുപ്പ് വേണം, എനിക്കും ചെരുപ്പ് വേണം. അപ്പോൾ അത് വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് പോകാൻ ആരെ കണ്ടിട്ട് പോയി എന്നറിയില്ല. പകുതി എത്തുമ്പോഴേക്ക് വണ്ടി പഞ്ചറായി. ബാക്കിലെ ടയറാണ് പഞ്ചറായത്. അപ്പോൾ ഏട്ടൻ എന്നെ ഇറക്കി വിട്ടിട്ട് നീ നടന്ന് കടയിലേക്ക് വാ, ഞാൻ പോവാണ്, കുറച്ച് അടുത്തായി, ഞാൻ പോവാണ് പറഞ്ഞിട്ട് ഏട്ടൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എന്നിട്ട് പിന്നെ പഞ്ചറോട്ടിയിട്ട് ഞാൻ അപ്പോഴേക്കും കടയിലെത്തി. പഞ്ചറോട്ടി വന്നിട്ടാണ് ഏട്ടൻ എന്നെ പിക്ക് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ചെരുപ്പുകളൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല നല്ല ഡിസൈൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ആദ്യം എടുത്തു, അതിനുശേഷം പിന്നെ ഏട്ടനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെരുപ്പിൻ്റെ കാര്യങ്ങളും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ചെരുപ്പാണ് വാങ്ങാൻ വന്നത്. പക്ഷേ വാങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭംഗി തോന്നുമ്പോൾ എനിക്കൊരു ചെരുപ്പെടുത്തു, ഏട്ടനൊരു ചെരുപ്പെടുത്തു, പിള്ളേർക്ക് എടുത്തു, പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം എടുത്തു. അങ്ങനെ കുറേ ചെരുപ്പുകളൊക്കെ എടുത്തിട്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ എല്ലാം ഇട്ട് തരുമായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ കടയിലെ ഷോക്കേസിലിരിക്കുന്ന ചെരുപ്പൊക്കെ ഒന്ന് എന്ത് രസമാണ് അറിയോ. ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് ചോറും ഉച്ചക്കലിക്കുള്ളതൊന്നും ചെയ്യാണ്ടല്ലേ പോയത്. ചോറും ചിക്കൻ കറിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഞാനിങ്ങനെ ഫിൽറ്റർ ഇട്ടുകൊണ്ട് കളറിൻ്റെ ഒരു ചേഞ്ചാണ്. അമ്മായിയമ്മയുടെ ആണ്. അമ്മ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ കുറേ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വലിയ ഈ ചീനച്ചട്ടി ഇപ്പോൾ അമ്മ ഉപയോഗിക്കണില്ല. അതുകൊണ്ട് ഞാൻ അതായത് എനിക്കൊരു ഫുൾ കോഴി വെക്കാനുള്ള വലിയ പാത്രമൊന്നുമില്ല, ഒക്കെ കുഞ്ഞു കുഞ്ഞു പാത്രമല്ലേ. അപ്പോൾ ഫുൾ കോഴിയൊന്നും വെക്കണില്ല, എങ്കിലും പിന്നെ വലിയ ആ ബിരിയാണിയുടെ പോട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഈ ചീനച്ചട്ടി എടുത്ത് നോക്കണം. കുറച്ച് ഉപയോഗിക്കാണ്ട് മയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിനൊക്കെ മയക്കിയെടുത്ത്, അതായത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലും എണ്ണയിലും ഒക്കെ ആക്കിയിട്ട് നല്ല സെറ്റ് ആക്കണമല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറി വയ്ക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്, കുറേ വർഷങ്ങളായി. ഇപ്പം അമ്മ ഉപയോഗിക്കണില്ലല്ലോ. അങ്ങനെ ഒരുപാട് വർഷങ്ങളായി. അപ്പം ഞാനത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് തേങ്ങാച്ചോറ് കഴിക്കാൻ തോന്നി. അങ്ങനെ കുറച്ചധികം ദിവസമായി തേങ്ങാച്ചോറ് കഴിക്കാൻ കൊതിയായിട്ട്. അപ്പോൾ ശരി, എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ഇപ്പം പിന്നെ വീട്ടിലിരിക്കലൊക്കെ കുറവായതുകൊണ്ട് അമ്മയുടെ രുചിയൊക്കെ അങ്ങനെ മാറിപ്പോവാണ്. അപ്പോൾ തേങ്ങാച്ചോറ് അമ്മ ചട്ടിയിലൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളവും കുറച്ച് തേങ്ങാച്ചരി വീതം ഉപ്പും കൂടി ഇട്ട് കുക്കറിലൊരു വിസിലെടുക്കുകയാണ്. നമ്മളിപ്പോഴത്തെ കാലഘട്ടം മൊത്തം കുക്കറിലായല്ലോ. അന്നമ്മ പറഞ്ഞില്ല, അടുപ്പിലൊക്കെ ഉണ്ടാക്കി തരുന്നതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഇഷ്ടമാണ്. ഇല്ല, ഈ ചോറ് വെറുതെ തന്നെ കഴിക്കുക, കാരണം ഉപ്പും തേങ്ങാച്ചരി വീതമൊക്കെ ഇട്ടതല്ലേ, കറിയൊന്നും വേണമെന്ന് നിർബന്ധമേ ഇല്ല. പക്ഷെ ഞാനിങ്ങനെ ചിക്കൻ ഉണ്ടായപ്പോൾ ഇപ്പോൾ എൻ്റെ രീതിയിൽ ഞാനത് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കുക്കറിൽ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അമ്മ കടുകൊന്നും തളിച്ചിടില്ല, ഞാൻ കുറച്ച് താളിപ്പൊക്കെ ഇട്ട് കുറച്ച് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കറി ആയതിന് ശേഷം ഇതും അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ, പാത്രം കഴുകാനുണ്ട്. അമ്മയുടെ പാത്രം, ഇത് അമ്മായിയമ്മയുടെ ചീനച്ചട്ടി. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൊസ്റ്റാൾജിയുള്ള തേങ്ങാച്ചോറ് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ്, എൻ്റെ സ്വന്തം അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അറിയാമല്ലോ, എല്ലാം എടുത്ത് വെച്ചെടുത്ത് ഞാൻ കൈയോടെ കഴുകി വെക്കണതാണ്. പക്ഷെ ഇന്നെന്തോ അവിടെ ഇട്ടു. അല്ലെങ്കിലും അടുക്കളപ്പണി കറി ആയതിന് ശേഷം തന്നെയാണ് ഞാൻ ചെയ്യുക.
അപ്പോൾ അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ, ചിക്കൻ മസാല തിരുമ്പിയതും അധികം പാത്രങ്ങളൊന്നും ഇല്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തതിൻ്റെയും കട്ടിംഗ് ബോർഡും കട്ടിംഗ് ബോർഡൊക്കെ ഞാൻ കൈയോടെ അപ്പം തന്നെ കഴുകി വെക്കാറാണ് പതിവ്. ഇപ്പം പിന്നെ അമ്മയുടെ കറികളും ചോറും എല്ലാം മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞല്ലോ. വീട്ടിൽ പോയിട്ട് കുറേ പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ വീട് വെച്ചതിന് ശേഷം ഇടയ്ക്ക് പൂവും വരുന്നല്ലാതെ നിൽക്കണില്ല. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് പിള്ളേർ ചെറുതായിരിക്കുമ്പോഴൊക്കെ എപ്പോഴും ആഴ്ചയിലൊക്കെ പോവും. ആഴ്ചയിലും എപ്പോഴും അടുത്താണ് എങ്കിലും ആഴ്ചയിലൊക്കെ പോയിട്ടിരിക്കും. പിന്നെ കുട്ടികളെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ, അതായത് കുട്ടികളെ സ്കൂളിൽ പോകുന്നതിന് മുന്നൊക്കെ ആഴ്ചയിൽ പോകുമ്പോൾ ഏട്ടൻ പറയും, അമ്മയും പറയും, സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ, ശരി കുഴപ്പമില്ല ഇപ്പം തന്നെ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്കൂളിലും അടുത്തായതുകൊണ്ട് സ്കൂളിൽ ചേർത്തിയിട്ടും സ്കൂള് പോകാൻ സൗകര്യമുണ്ട്. കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഏട്ടനാണ് ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ ഓട്ടോ ആയതുകൊണ്ട് എനിക്ക് പിന്നെയും പോകാൻ സൗകര്യമായി. അപ്പോൾ കുട്ടികളെ ഇവിടുന്ന് സ്കൂളിലേക്ക് അയച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് വൈകുന്നേരം കുട്ടികളെ അവിടെ വരാൻ പറയും. അപ്പോൾ പിന്നെ ബാഗും ബുക്കും ഓരോ ഡ്രസ്സ് മാത്രമേ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ അവിടെ തന്നെ സ്കൂളിലേക്ക് അയക്കും. അങ്ങനെ 10 ദിവസം പിന്നെയും അവിടെ ഇരിക്കും. അപ്പോൾ അവിടെ എല്ലാവരും കളിയാക്കും, ഇങ്ങനെ അവിടെയാണ് കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത്, ഇവിടെയാണ് കല്യാണം കഴിച്ച് വന്നിരിക്കുന്നതൊക്കെ പറയും. കാരണം ഫുൾ ടൈം എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ പോണതൊക്കെ എന്നും വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. ഏട്ടൻ്റെ വീട്ടിൽ കുറച്ച് ഇരിക്കുള്ളൂ, പിന്നെ എൻ്റെ വീട്ടിൽ പോയിരിക്കും. അവിടെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ പോണത് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഏട്ടനും ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. കുറച്ച് ദിവസം ഏട്ടനും അവിടെ നിൽക്കും, ഞങ്ങളുടെ കൂടെ തന്നെ ഒപ്പം നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇവിടെ വീട് വയ്ക്കലുമായി, അവിടെ വീട് പൊളിച്ച് അവിടെ പണിയുണ്ടല്ലോ. ഇതേ കണ്ടിട്ടുണ്ട് ഒരു പാത്രം ഇടയിൽ കൂടെ, ഇത് പറയണമല്ലോ. പിന്നെയും ഞാൻ കേക്ക് ഉണ്ടാക്കാൻ നോക്കിയതാണ്. അപ്പോൾ പാത്രം ഇങ്ങനെയായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര അടിച്ചിട്ടും പാത്രം വൃത്തിയാവണേ ഇല്ല. എന്തെങ്കിലും ടിപ്പുണ്ടോ അടിയിൽ കരിഞ്ഞ പാത്രം ക്ലീൻ ചെയ്യാൻ? പിന്നെ ഞാൻ കുറച്ച് പറഞ്ഞല്ലോ, നമ്മുടെ തേങ്ങാച്ചോറിന് കുറച്ച് മോഡിഫിക്കേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കടുകൊക്കെ താളിച്ച്, കടുക് പൊട്ടിക്കുന്നത് എപ്പോഴും ഇഷ്ടമല്ല. ഇതിപ്പോൾ എനിക്കുള്ളതാണല്ലോ, എനിക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രമല്ല കേട്ടോ, പിള്ളേരൊക്കെ കഴിച്ചു. പിന്നെ പഴയ വീട്ടിലേക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഏട്ടൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് നിലക്കടല ഉണ്ടായിരുന്നു, ഒരു തുള്ളി, ഒരു കുഞ്ഞു തുള്ളി ചെറിയുള്ളി, ഒരു 2 ഇട്ടുണ്ടാവും ചെറിയുള്ളി, അതും ഇട്ട് കുറച്ചധികം നിലക്കടല ഇട്ടിട്ടാണ് ഞാൻ കടുക് പൊട്ടിച്ചത്. അങ്ങനെ നിലക്കടലയൊക്കെ ഇട്ട് കടുകൊക്കെ തളിച്ചിട്ട്, അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടുക് തളിച്ച് ഈ നിലക്കടല ഇട്ടപ്പോൾ. ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ നിലക്കടല കടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കടുക് താളിപ്പ് കഴിഞ്ഞു. ഒന്നിത്തിരി മൊരിഞ്ഞെടുക്കണമല്ലോ, അങ്ങനെ മൊരിച്ചെടുത്തിട്ട് ഈ ചോറിലൊഴിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഇളക്കിയെന്ന് മാത്രമേ ചെയ്തുള്ളൂ. കറക്റ്റ് വെള്ളത്തിൻ്റെയൊക്കെ അളവ് പാകമായിരുന്നു. പച്ചരി കൊണ്ടാണ് ഞാൻ ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത്. അടിപ്പിടിക്കുകയോ കരിയോ ഒന്നും ചെയ്തില്ല, എല്ലാം കറക്റ്റ് അളവായിരുന്നു. പക്ഷെ ഞാൻ കേക്ക് ഉണ്ടാക്കിയത് മാത്രം, പിന്നെ അതായത് വെച്ചത് ഞാൻ മറന്നു. കുക്കറിൽ കേക്ക് വെച്ചിട്ട് ഏട്ടൻ്റെ കുക്കറിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് കുടുംബശ്രീ ഒക്കെ ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരുമ്പോഴേക്കും ഏട്ടനെല്ലാം ഞാൻ നോക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ആശാൻ മറന്നു, അങ്ങനെ കരിഞ്ഞു പോയതാണ് ആ പാത്രം. അങ്ങനെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ നമുക്കിങ്ങനെ പുറം ലോകം കണ്ടിരുന്ന് കഴിച്ചാലല്ലേ ഇറങ്ങുള്ളവർ. എനിക്കെപ്പോഴും അങ്ങനെയാണ്, സീറ്റ് ഔട്ടിലിരുന്ന് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി, എനിക്ക് കടിക്കുമ്പോൾ നിലക്കടലയാണ് വരുന്നത്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ ചിക്കൻ കറിയും തേങ്ങാച്ചോറും. അപ്പോൾ ഞാനിത് ഒരു സൈഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അതന്നെ പുതിയ വീട് നമ്മളിവിടെ കെട്ടിക്കഴിയലും കഴിഞ്ഞു. അപ്പോൾ അവിടെ പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ വീട് പൊളിച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ അന്ന് ബെൽറ്റ് വറുപ്പൊക്കെ കണ്ടല്ലോ. പിന്നെ അതിൻ്റെ അടുത്ത കാശ് കയറാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലോൺ ആയതുകൊണ്ട് ഓരോ തവണയായിട്ടാണ് കാശ് തരിക അവർ. പിന്നെ ഫൗണ്ടേഷൻ്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ തറകലക്കലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എവിടെയും മണ്ണ് കിട്ടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പെൻഡിങ്ങിൽ തന്നെയാണ്. മണ്ണ് കിട്ടി തറകലക്കിയതിന് ശേഷം
അടുത്ത ചുമര് കെട്ടൽ പണികളൊക്കെ ആയിട്ട് പോവുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ പോയി ഇരിക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് വീട്ടിൽ പോയി ഇരിക്കലൊന്നും നടക്കണില്ല. ഞാൻ കുറച്ച് ആസ്വദിച്ച് കഴിക്കുകയാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിക്കനാണല്ലോ, ചിക്കനും ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നാടൻ ചിക്കൻ കറി വെക്കാൻ പോലെ വെച്ചത്. ചിക്കനും തേങ്ങാച്ചോറും, നാടൻ ചിക്കൻ കറിയും തേങ്ങാച്ചോറും നല്ല ടേസ്റ്റാണ്. പക്ഷെ നാടൻ ചിക്കൻ ഇല്ല, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അത് ഞാൻ ആ രീതിയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ചപ്പോൾ ആ നാടൻ ചിക്കനെ പോലെ തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ മണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് ഫൗണ്ടേഷൻ്റെ പണി അവിടെ നിൽക്കുന്നത്. മണ്ണ് കിട്ടിയ ഉടനെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. മണ്ണ് കിട്ടിയ ഉടനെ അടുത്ത് അങ്ങനെ ഇത് എൻ്റെ ഫുള്ളും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പിന്നെ താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്